പീപ്പിൾ ടി വി ബിഗ് ബ്രേക്കിംഗ്. സംഘപരിവാർ നിലപാടുകളെ തുറന്നെതിർത്ത് BJP നേതാവ് CK പത്മനാഭൻ. കമലും MTയും ചെഗുവേരയും ശരിയെന്ന് CKP. കമലിന്റെ ദേശസ്നേഹം ആരും ചോദ്യം ചെയ്യേണ്ടെന്ന് CK പത്മനാഭൻ പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ പ്രചരണ യാത്രയിൽ ഉന്നയിച്ച 3 വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഒരുക്കിയിട്ടുള്ള ഒരു ചതിക്കുഴിയിൽ ആളുകൾ വീണതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത്തരത്തിലൊരു ചർച്ച അത് BJPക്ക് ഗുണം ചെയ്യുമോ? അല്ല, കേരളം പോലെയുള്ളൊരു സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് എന്താ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകതയുള്ളത്. ശരിയാണ്, കേരളം കുറേ കൂടി സാംസ്കാരികമായും രാഷ്ട്രീയമായും പ്രബുദ്ധതയാർജിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളൊരു വിഷയം, ഇവിടെ നിന്ന് ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചില വൈകാരികമായ ചില മുഹൂർത്തത്തിൽ പറയുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ എന്നതിൽ കവിഞ്ഞ് അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ സിനിമാ രംഗത്തെ വളരെ സർഗ പ്രതിഭയാണ് ശ്രീ കമൽ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചറിയാം. അദ്ദേഹം കൊടുങ്ങല്ലൂരിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തറവാട്ടിലെ സന്തതിയാണ് അദ്ദേഹം എപ്പോഴും ആ ഒരു സാംസ്കാരിക പാരമ്പര്യം അദ്ദേഹം എപ്പോഴും വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രമല്ല, സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള ഒരുപാട് നല്ല ഒന്നാന്തര സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഗദ്ദാമ എന്ന് പറയുന്ന ഒരു സിനിമ, അത് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന ആ പ്രയാസങ്ങൾ അതിൻ്റെ പൂർണ്ണമായ തീവ്രതയോടും പൂർണ്ണമായ കലാസുഭഗതയോടും കൂടി ആവിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു സിനിമയാണ് ഗദ്ദാമ. അതുപോലെ തന്നെ ഈ പുഴയും കടന്ന്, പെരുമഴയത്ത് എന്ന് തുടങ്ങി വളരെയധികം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ വളരെ സർഗാത്മകമായ രീതിയിൽ ആവിഷ്കരിച്ച് സിനിമാ രംഗത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അത്തരം സംഭാവനകൾ ആർക്കും തന്നെ നിഷേധിക്കാൻ വേണ്ടി സാധ്യമല്ല. ഒരുപക്ഷെ പലരും നടത്തുന്ന ദേശസ്നേഹ ഈ പ്രസംഗത്തെക്കാൾ വലിയ സ്വാധീനമുള്ള ദേശസ്നേഹഭരിതമായിട്ടുള്ള സംഭാവനകൾ സിനിമാ രംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ കമൽ. ചെഗുവേരയെ അറിയാത്തവർ ബൊളീവിയൻ ഡയറി വായിക്കട്ടെ എന്ന് CKP വ്യക്തമാക്കി. ചെഗുവേരയെക്കുറിച്ച് ഏറ്റവും അടുപ്പം തോന്നിയിട്ടുള്ള ഒരാളാണ്, ഒരു നേതാവാണ് എന്ന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ചെഗുവേരയാണ്. ചെഗുവേരയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് ചെഗുവേര എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ആ അഭിപ്രായത്തോട്, ഇപ്പോൾ ചെഗുവേരയ്ക്കെതിരെ വരുന്ന വിമർശനങ്ങളോട്, ചെഗുവേരയ്ക്കെതിരെ പറഞ്ഞ ഒരു കാര്യം അറിയാലോ, RSS അടക്കം പറയുന്ന കാര്യം, അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? എനിക്ക് പണ്ട് ചെഗുവേരയോടുണ്ടായിരുന്ന ആരാധന തന്നെ വളരെ ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട്. കാരണം ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. പ്രതികരണം പോലും അർഹിക്കാത്ത വർത്തമാനങ്ങൾ പലരും പറയുന്നുണ്ട്. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചെഗുവേരയുടെ ബൊളീവിയൻ ഡയറിയുടെ ഒന്ന് വായിക്കട്ടെ. ഓരോ ദിവസം എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം ഈ വിമോചനത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള മാർഗം സായുധ വിപ്ലവത്തിൻ്റെ മാർഗമാണ്. ഈ സായുധ വിപ്ലവത്തിൻ്റെ മാർഗം അംഗീകരിക്കാത്ത ആളുകളുണ്ട്. ഇപ്പം ഗാന്ധിജിയുടെ മാർഗം അംഗീകരിക്കാത്ത ആളുകൾ ഉണ്ട്. അതുപോലെ സായുധ വിപ്ലവത്തിൻ്റെ മാർഗം അംഗീകരിക്കാത്ത ആളുകളുണ്ട്. ചെഗുവേരയുടെ ഒരു പ്രത്യേകത, ചെഗുവേര ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഡോക്ടറാണ്. അലോപ്പതി ഇംഗ്ലീഷ് ഡോക്ടറാണ് ചെഗുവേര. അദ്ദേഹം ഫിഡൽ കാസ്ട്രോടൊപ്പം ഈ ഗ്രാൻമ എന്ന് പറയുന്ന കപ്പലുണ്ടല്ലോ, ആ കപ്പലിൽ ക്യൂബയിൽ വരികയാണ്. ക്യൂബയിലെ ഈ ബാറ്റിസ്റ്റ ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയായിരുന്നു. അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിപ്ലവ പരിപാടികളുമായി ആവിഷ്കരിച്ചുകൊണ്ട് ഗ്രാൻമ എന്ന് പറയുന്ന കപ്പലിൽ കാസ്ട്രോയുടെ കൂടെ വന്ന് ക്യൂബയിൽ ഇറങ്ങിയാണ്. സായുധ വിപ്ലവത്തിൻ്റെ മാർഗ്ഗമാണ് ഗറില്ല വാർഫെയർ. ഈ ഗറില്ല വാർഫെയറിനെയൊക്കെ അതിൻ്റെ ഗറില്ല വാർഫെയർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് എന്നും പറയാം. മറ്റൊരു കാര്യമുള്ളത്, അദ്ദേഹം ബൈ പ്രൊഫഷണൽ ഡോക്ടറാണ്.
അദ്ദേഹം ഈ കരിമ്പിൻ തോട്ടത്തിൽ കരിമ്പ് വെട്ടിയിട്ടുണ്ട്. ഈ വിപ്ലവ മാർഗത്തിൽ, സായുധ വിപ്ലവത്തിൻ്റെ മാർഗത്തിലേക്ക് പോയി സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ജനാധിപത്യ രീതിയിലുള്ള ഗാന്ധിയൻ സത്യാഗ്രഹമല്ല, അവരുടെ വേറൊരു രീതിയാണ്. അങ്ങനെ പോയ സമയത്ത് അദ്ദേഹം കരിമ്പിൻ തോട്ടത്തിൽ കരിമ്പ് വെട്ടുന്ന ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തുറമുഖത്ത് ചുമട് ചുമക്കുന്ന ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് തൊഴിലാളി, യഥാർത്ഥത്തിലുള്ള തൊഴിലാളി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധം ഒക്കെ കഴിഞ്ഞ് ക്യൂബ മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം ഫിഡൽ കാസ്ട്രോ വളരെ സമുന്നതമായൊരു പദവിയാണ് ചെഗുവേരയ്ക്ക് കൊടുത്തത്. വിദേശകാര്യ വകുപ്പ് അടക്കമുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ലോക സഞ്ചാരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യൂബയുടെ വിദേശ വകുപ്പ് മന്ത്രി വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള സ്വീകരണങ്ങളും സൗകര്യങ്ങളുമൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ആ അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ഉള്ള സമയത്താണ് ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം ഫിഡൽ കാസ്ട്രോവിന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോവുകയാണ്. ഈ കത്ത് ഇപ്പോഴും തുറന്ന് നോക്കരുത്, പിന്നീട് മാത്രമേ തുറക്കാവൂ എന്ന് പറയും. ഒരു കത്ത് എഴുതി വെച്ചിട്ട് അദ്ദേഹം ബൊളീവിയൻ കാടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ കാടുകളിൽ പോയിട്ട് അവിടെ ഗറില്ല വാർഫെയർ നടത്തി അദ്ദേഹം. ആ ഗറില്ല സമരമുറയിൽ കൂടിയിട്ട് നടത്തി. പിന്നെ അദ്ദേഹത്തെ ഇവരുടെ അമേരിക്കൻ CIA ആളുകൾ വന്ന് പിടിച്ചു. അദ്ദേഹത്തെ പിടിച്ചതിന് ശേഷം, പിടിച്ചു കിട്ടിയതിന് ശേഷം വെടിവെച്ച് കൊന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈ വെട്ടി മുറിച്ചിട്ടാണ് മാറ്റിയിട്ടാണ് ആ മൃതശരീരം അവിടെ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സാധാരണ ഈ വിപ്ലവമൊക്കെ നടത്തി, സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടത്തി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അധികാരത്തിൻ്റെ ഒരു അലങ്കാരവും ആഘോഷവും അതിൻ്റെ സുഖസൗകര്യങ്ങളുണ്ടല്ലോ, ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ പുറത്ത് ആരും കിടക്കില്ല. അത് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ രാജ്യത്തൊക്കെ കാണുന്നത്. അതിപ്പോൾ ഇതൊക്കെ പറയുന്ന ആളുകൾ ഒരു ഇരിക്കുന്ന കസേരയുണ്ടല്ലോ, അധികാര കസേര, ആ കസേരയിൽ ഒട്ടി ഇരുന്നു കൊണ്ട് അത് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരാക്രമങ്ങളും അക്രന്തരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഏണസ്റ്റ് ചെഗുവേര അദ്ദേഹം ഈ വിപ്ലവം നടന്നതിന് ശേഷം ബൊളീവിയൻ കാടുകളിലേക്ക് ഗറില്ല യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബൊളീവിയൻ കാടുകളിലേക്ക് പോകുന്നത്. ആ ഗറില്ല തന്ത്ര യുദ്ധം അവിടെ ഉള്ള ചെഗുവേരയുടെ ഡയറി ഉണ്ട്. ബൊളീവിയൻ ഡയറി വായിക്കണം. ഞാൻ യുവാക്കന്മാരോട് പറയുന്നതാണ്. ഞാനത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നു. അതിലൊരു മാറ്റവും തയ്യാറല്ല. MT ഹിമാലയത്തിന് തുല്യമാണ്. MTയെ കല്ലെറിയുന്നവർ സംതൃപ്തി കൊള്ളട്ടെ എന്നും CKP വ്യക്തമാക്കി. MTയെക്കുറിച്ച് ഇനി MTയുടെ മറ്റ് സാഹിത്യ സൃഷ്ടികളുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു വലിയ സർഗാത്മക പ്രതിഭയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ വാസ്തവത്തിൽ മലയാള സാഹിത്യത്തെ വിശ്വത്തോളം തന്നെ ഉയർത്തി കൊണ്ടുവരുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള വലിയ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. MT വാസുദേവൻ നായർ എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. MT ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തെ കല്ലെറിയുന്നത് ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ അത് കല്ലെറിഞ്ഞു കൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ നേരെ നോക്കിയിട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മസംതൃപ്തിയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. MTയുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചൊന്നും തന്നെ BJPയുടെ നേതാക്കന്മാർ വിമർശനപരമായി പറഞ്ഞിട്ടില്ല. സാഹിത്യ സൃഷ്ടികളെക്കുറിച്ച് നമുക്ക് പറയാം. MT വിമർശനത്തിന് അതീതനായ ഒരു വ്യക്തിയൊന്നുമല്ല MT വാസുദേവൻ നായർ. അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പല രചനകളും വളരെ വിശ്വ നിലവാരമുള്ള ഒന്നാന്തരം രചനകൾ അദ്ദേഹം MT വാസുദേവൻ നായർ നടത്തിയിട്ടുണ്ട്. ഗാന്ധിയെക്കുറിച്ചും CKP തന്റെ നിലപാട് ആവർത്തിക്കുന്നു. ചെയെ പോലെ തന്നെ ഗാന്ധി അധികാരം ഉപേക്ഷിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിയ നേതാവാണ് ഗാന്ധിയെന്നും CKPയുടെ വേറിട്ട ശബ്ദം. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സന്ദേശം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. അദ്ദേഹം നവഖാലിയിലേക്കാണ് പോയത്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ ഇവിടെ ആർഭാടത്തിലൊന്നും അദ്ദേഹം നവഖാലിയിൽ പോയി അവിടെ മനുഷ്യ കൂട്ടക്കുരുതി നടന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ദിവസങ്ങളോട് ഉപവാസം കിടന്നു. ഒരു ദിവസം 10 ലക്ഷം ആളുകൾ, അന്ന് 1947 നോക്കുക, 10 ലക്ഷം ആളുകളടക്കം ഗാന്ധിജിയുടെ ഉപവാസ പന്തലിൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ഉപവാസത്തിൻ്റെ ശക്തി കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം അത്ര നൈർമല്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സത്യാഗ്രഹം ഇരിക്കുന്നു, ഉപവാസം ഇരിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളോട് ദേഷ്യം ഉണ്ടാവാൻ പാടില്ലെന്നാണ്. ആ ശത്രുക്കളോട് മനസ്സിൽ ദേഷ്യമില്ലാതെ നമ്മൾ ഉപവസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ വലിയ വഴി നമ്മുടെ മുമ്പിലുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ നമ്മുടെ തലമുറയെ സഞ്ചരിപ്പിക്കേണ്ടത്. ഇനി മറ്റു വാർത്തയിലേക്ക്. ബാർക്കോഴ കേസിൽ താൻ നൽകിയ റിപ്പോർട്ടല്ല കോടതിയിൽ സമർപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP R സുകേശൻ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ട് ഒരു
പെൻഡ്രൈവിൽ തനിക്ക് നൽകുകയായിരുന്നുവെന്നും സുകേശൻ വിജിലൻസിന് സമർപ്പിച്ച മൊഴിപ്പകർപ്പിൽ വ്യക്തമാക്കി. സുകേശന്റെ കണ്ടെത്തലുകൾ ശരിവെച്ച് SP ഉണ്ണിരാജയും DVSPമാരായ വിനോദും അജിത്തും രംഗത്ത്. ഇതോടെ ബാർക്കോഴ കേസ് അട്ടിമറി തന്നെയെന്ന് വ്യക്തമാകുന്നു. ബാർക്കോഴ കേസ് അട്ടിമറിക്കുന്നതിന് മുൻ വിജിലൻസ് ഡയറക്ടർ N. ശങ്കർ റെഡ്ഡി കീഴുദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് തെളിയിക്കുന്നതാണ് SP R. സുകേശൻ അടക്കമുള്ളവരുടെ മൊഴികൾ. KM മാണിക്ക് അനുകൂലമായി താൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തന്റേതായിരുന്നില്ലെന്നും മറിച്ച് അത് ശങ്കർ റെഡ്ഡി തയ്യാറാക്കിയതാണെന്നും ഒരു പെൻഡ്രൈവിൽ ഈ റിപ്പോർട്ട് പകർത്തി തനിക്ക് തന്നതാണെന്നും SP R. സുകേശൻ വിജിലൻസ് CA ജ്യോതിഷ് കുമാറിന് മൊഴി നൽകി. KM മാണിക്ക് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് താൻ നിർബന്ധിതനായി. തന്റെ ഭാവിക്ക് ദോഷം വരുമെന്ന് കരുതിയാണ് ഇപ്രകാരം താൻ റിപ്പോർട്ട് നൽകിയത്. എന്നിട്ടും തനിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടായി. ഡയറക്ടർ തയ്യാറാക്കിയ സൂക്ഷ്മ പരിശോധനയിലെ പല പിശകുകളും അന്തിമ റിപ്പോർട്ടിലും ആവർത്തിച്ചു. ഇങ്ങനെ പോകുന്നു SP R. സുകേശന്റെ കുറ്റപ്പെടുത്തലുകൾ. വിജിലൻസ് SP R. സുകേശന്റെ മൊഴി ശരിവെക്കുന്നതാണ് ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന PN ഉണ്ണിരാജയുടെ മൊഴിയും. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്താൻ ശങ്കർ റെഡ്ഡി സുകേശനെ നിരന്തരം നിർബന്ധിച്ചിരുന്നതായി സുകേശന് പരാതിയുണ്ടെന്നും അത് തനിക്ക് മൊഴിയായി തന്നിരുന്നുവെന്നും PN ഉണ്ണിരാജന്റെ വാക്കുകളിലുണ്ട്. സുകേശനും ബാർ മുതലാളിമാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് പ്രഖ്യാപിക്കപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ മേധാവിയായിരുന്നു PN ഉണ്ണിരാജൻ. ശങ്കർ റെഡ്ഡിക്കെതിരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ DYSPമാരായ വിനോദും അജിത്തും മൊഴി നൽകിയിട്ടുണ്ട്. സുകേശന് നൽകാനായി ഒരു പെൻഡ്രൈവ് ശങ്കർ റെഡ്ഡി തനിക്ക് തന്നു എന്നും ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ട് തന്നെയാണ് കോടതിയിലെത്തിയെന്ന് ശങ്കർ റെഡ്ഡി ഉറപ്പുവരുത്തിയിരുന്നതായും DYSP വിനോദ് മൊഴി നൽകി. ബാർക്കോഴ കേസിലെ പ്രോസിക്യൂഷന്റെ നിലപാടുകളെ സഹായിക്കുന്നതായിരുന്നില്ല ശങ്കർ റെഡ്ഡിയുടെ നിലപാടുകളെന്ന് DYSP അജിത്തും വിനോദും മൊഴി നൽകിയിട്ടുണ്ട്. ഇത്രയധികം മൊഴികൾ ശങ്കർ റെഡ്ഡിക്കെതിരെ ഉണ്ടായിരുന്നിട്ടും ബാർക്കോഴ കേസ് അട്ടിമറിയിൽ തെളിവില്ലെന്ന് വിജിലൻസ് നിലപാടെടുത്തത് എന്തുകൊണ്ടെന്ന് ഇനിയും അജ്ഞാതമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ അട്ടിമറി കേസിൽ ശങ്കർ റെഡ്ഡിക്കെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ശങ്കർ റെഡ്ഡി KM മാണിക്കെതിരായ ബാർ കേസ് അട്ടിമറിച്ചു എന്നാരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. ശങ്കർ റെഡ്ഡിയെ വെള്ളപൂശിയും ബാർക്കോഴ അട്ടിമറിയിൽ തെളിവില്ലെന്ന് കാട്ടിയുമാണ് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സർക്കിൾ ഇൻസ്പെക്ടർ ജ്യോതികുമാർ 100 പേജുള്ള ത്വരിതാന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. മുൻ വിജിലൻസ് ഡയറക്ടർ N. ശങ്കർ റെഡ്ഡിയും SP R. സുകേശനും ചേർന്ന് ബാർക്കോഴ കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചു എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് റിപ്പോർട്ടിന്റെ കാതൽ. റിപ്പോർട്ടിന്മേൽ എതിർവാദം നിരത്തുന്നതിനായി പരാതിക്കാരനായ പായ് ശ്രീനിവാസിന് കോടതി ഫെബ്രുവരി 7 വരെ സമയം അനുവദിച്ചു. KM മാണിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ബാർക്കോഴ കേസിന്റെ കേസ് ഡയറിയിലെ കണ്ടെത്തലുകൾ അട്ടിമറിച്ചു എന്നായിരുന്നു പരാതിയിലെ മുഖ്യ ആരോപണം. ശങ്കർ റെഡ്ഡിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബിജു രമേശ് അടക്കമുള്ള പരാതിക്കാരും ഉയർത്തിയ എല്ലാ ആരോപണങ്ങളെയും മറികടക്കുന്നതാണ് ത്വരിതാന്വേഷണ റിപ്പോർട്ട്. 115 ദിവസത്തിലേറെ നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് പുനഃസംഘടനയെ നിലപാടിൽ ഉറച്ച് ഉമ്മൻചാണ്ടി. ഓരോ മണിക്കൂറിലും നിലപാട് മാറ്റുന്ന ആളല്ല താനെന്ന് ഉമ്മൻചാണ്ടി. ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകുമെന്നും ഉമ്മൻചാണ്ടി ഇക്കാര്യമാണ് വ്യക്തമാക്കിയത്. ഞാൻ എൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞതാണ്. ഓരോ മണിക്കൂറിലും പറയേണ്ട കാര്യമില്ലല്ലോ. ഡൽഹിയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഞങ്ങൾക്കൊരു ഡിമാൻഡും ഇല്ല. ഞാൻ ഒരു പരാതിയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നേതൃത്വം വിളിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പോകും. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരാക്ഷേപം ചോദിച്ചത് നന്നായി. അത് ചില ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വളരെ പ്രയാസമുണ്ട്. ജിഷ്ണുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്ന് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വൈസ് പ്രിൻസിപ്പലും PROയും ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തത് നെഹ്റു ഗ്രൂപ്പിന്റെ കുറ്റസമ്മതമെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. അതേസമയം ചുമതല ഏറ്റെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥ കിരൺ നാരായണൻ പ്രിൻസിപ്പൽ അടക്കമുള്ള കോളേജ് ജീവനക്കാരെ ചോദ്യം ചെയ്തു. PROയും മുൻമന്ത്രി KP വിശ്വനാഥന്റെ മകനുമായ സഞ്ജിത്ത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അധ്യാപകൻ CP പ്രവീൺ എന്നിവരെ സസ്പെൻഡ് ചെയ്ത നെഹ്റു ഗ്രൂപ്പിന്റെ നടപടി കുറ്റസമ്മതമാണെന്ന് ജിഷ്ണുവിന്റെ സഹപാഠികൾ ആരോപിച്ചു. ഈ 3 പേരും വ്യാജ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച ജിഷ്ണുവിനെ ഭീഷണിപ്പെടുത്താൻ മുൻകൈയെടുത്തുവെന്നും ഇവരെ പുറത്താക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കോപ്പിയടി നടന്നിട്ടില്ലെന്ന അന്വേഷണത്തിൽ ശരിവെച്ചതോടെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ നെഹ്റു കോളേജിനെതിരെയാവും സാങ്കേതിക സർവകലാശാലയുടെ റിപ്പോർട്ട്. പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്ററും ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിലായ അധ്യാപകനുമായ പ്രവീൺ സർവകലാശാല സംഘത്തിന് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ മൊഴി കൂടി ലഭിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ പറഞ്ഞു. അതിനിടെ അന്വേഷണ ചുമതലയേറ്റ ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു.
ജിഷ്ണുവിന്റെ സഹപാഠികളിൽ നിന്നും ഉത്തരങ്ങൾ നോക്കിയെഴുതാൻ സഹായിച്ചുവെന്ന കോളേജ് പറയുന്ന വിദ്യാർത്ഥിയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ജിഷ്ണു കോപ്പിയടിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് എല്ലാവരുടെയും മൊഴി. കോളേജ് ഹോസ്റ്റലിലും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ടോംസ് കോളേജിൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് തുടരുന്നു. മൊഴി നൽകാതിരിക്കാൻ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടു. മോചിപ്പിക്കാനെത്തിയ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. അതേസമയം മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 1ാം വർഷ വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ പ്രതിഷേധം നടത്തി. ടോംസ് വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നത് ഉമ്മൻചാണ്ടിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ്. മാനേജ്മെന്റിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ പരാതി വ്യാപകമായതോടെയാണ് സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കെത്തിയത്. വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും സംഘം മൊഴിയെടുത്തു. സീനിയർ വിദ്യാർത്ഥികളെ മാത്രം രജിസ്ട്രാറുടെ മുന്നിൽ ഹാജരാക്കി മൊഴി നൽകാൻ മാനേജ്മെന്റ് ശ്രമം നടത്തി. മൊഴി നൽകാതിരിക്കാൻ 1ഉം 2ഉം വർഷ വിദ്യാർത്ഥിനികളെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ടു. മോചിപ്പിക്കാനെത്തിയ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശിയത് സംഘർഷത്തിനിടയാക്കി. പെൺകുട്ടികളെ മോചിപ്പിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും തങ്ങൾക്കും ചിലത് പറയാനുണ്ടെന്ന മുദ്രാവാക്യവുമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും രംഗത്തെത്തി. പോലീസ് ഇവരെ അനുനയിപ്പിച്ച് രജിസ്ട്രാർക്ക് മുന്നിൽ എത്തിച്ചു. ഇതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. വിവരമറിഞ്ഞ് നാട്ടുകാരും വലിയ തോതിൽ പ്രദേശത്ത് സംഘടിച്ചിരുന്നു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മറ്റക്കരയിലെ ടോംസ് കോളേജിനെതിരെ മുൻപ് നടന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഇടത് ഭരണകാലത്ത് നടത്തിയ പ്രാഥമിക അന്വേഷണത്തെ തുടർന്ന് ആരോപണങ്ങളിൽ കഴമ്പുള്ളതായി കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിന് തീരുമാനിച്ചിരുന്നു. എന്നാൽ തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അന്വേഷണം അട്ടിമറിച്ചുവെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കോളേജ് ഉടമയ്ക്ക് ഉമ്മൻചാണ്ടിയുമായുള്ള വ്യക്തിബന്ധമാണ് ഇതിന് കാരണമെന്നും ഇവർ ആരോപിക്കുന്നു. സ്ത്രീപീഡനം, കൊലപാതകം ഉൾപ്പെടെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ 2009 വിഷയം VK സുനിൽകുമാർ നിയമസഭയിൽ ഉന്നയിച്ചത്. തുടർന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ കണ്ട് പരാതി നൽകി. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. 40ഓളം വിദ്യാർത്ഥിനികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയായിരുന്നു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സമഗ്രമായ അന്വേഷണത്തിന് തീരുമാനിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് എത്തുകയും ഭരണമാറ്റം സംഭവിക്കുകയും ചെയ്തു. കോളേജ് ഉടമയ്ക്ക് പ്രിയങ്കരനായ പോലീസ് ഉദ്യോഗസ്ഥനെ തുടർന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അന്വേഷണത്തിനായി നിയോഗിച്ചു. ഫലം, കേസ് അട്ടിമറിക്കപ്പെട്ടു. അട്ടിമറിച്ചത് എങ്ങനെയെന്ന് അന്ന് പരാതിക്കാരനായിരുന്ന രക്ഷകർത്താവ് KK രാജൻ പറയും. വിക്ടിംസായിട്ട് വന്നിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ അന്വേഷണം നടത്താതെ ഈ ടോം T ജോസഫിനെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശില്പന്തികളായിട്ടുള്ള കുറേ കുട്ടികളെ മുൻനിർത്തിയിട്ട് അവരെ കൊണ്ട് മൊഴികൾ കൊടുത്ത് ആ മൊഴികൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി മിസ്റ്റേക്സ് ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് ഇത് ചെയ്യുന്നത്. അന്വേഷണം അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, പരാതിക്കാരനെ ജയിലിലടയ്ക്കുകയും ചെയ്തു. വിദ്യാർത്ഥി സംഘടനകൾ കോളേജ് അടിച്ചു തകർത്തതിനു പിന്നിൽ രക്ഷകർത്താവായ രാജൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പോലീസിന്റെ വിചിത്രമായ കണ്ടെത്തൽ. കോളേജ് ഉടമയ്ക്ക് ഉമ്മൻചാണ്ടിയിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു പോലീസിന്റെ നടപടികൾ. അദ്ദേഹം മുഖ്യമന്ത്രി ഇല്ലാ സമയത്ത് എന്നിട്ട് എന്തുകൊണ്ട് നിയമ നടപടികൾ അവിടെ ഉണ്ടായില്ല? എന്തുകൊണ്ടൊരു പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടന്നില്ല? പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ രാത്രി സന്ദർശനം നടത്തുന്ന ഉടമയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ ഇടപെട്ടു എന്ന ഗുരുതര ആരോപണമാണ് പരാതിക്കാരായ രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചലച്ചിത്ര വ്യവസായ രംഗത്തെ സ്തംഭനാവസ്ഥ മാറാൻ ഏകപക്ഷീയമായ സമരം പിൻവലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് സ്തംഭനാവസ്ഥ ഉണ്ടാക്കിയവർ തന്നെ മുൻകൈയെടുക്കണം. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമങ്ങൾ നടത്തുമ്പോഴും സമരവുമായി മുന്നോട്ട് പോയി. അടൂർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെയുള്ള റെഗുലേറ്ററി കമ്മീഷനെ നിയോഗിക്കാമെന്ന നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് സമരം നിർത്തിവെച്ച് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു അനുരഞ്ജന ശ്രമത്തിലേക്ക് സർക്കാർ നീങ്ങണമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.